ഹായ് ഓൾ, വെൽക്കം ടു റാങ്ക് ഫയർ. ഇന്നത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മൗലിക അവകാശങ്ങൾ ഏത് ഭരണഘടനയിൽ നിന്ന് കടമെടുത്തതാണ്? ഓപ്ഷൻ എ അമേരിക്കൻ ഭരണഘടന, ബി ബ്രിട്ടീഷ് ഭരണഘടന, സി ഫ്രഞ്ച് ഭരണഘടന, ഡി റഷ്യൻ ഭരണഘടന. ആൻസർ ഓപ്ഷൻ എ അമേരിക്കൻ ഭരണഘടന. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് രാജ്യത്ത് നിന്നാണ് ഇന്ത്യൻ ഭരണഘടന ഏക പൗരത്വം എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത്? ഓപ്ഷൻ എ ബ്രിട്ടൻ, ബി USA, സി ഓസ്ട്രേലിയ, ഡി റഷ്യ. ആൻസർ ഓപ്ഷൻ എ ബ്രിട്ടൻ. നെക്സ്റ്റ്, മൗലിക അവകാശങ്ങൾ നടപ്പാക്കാൻ സുപ്രീം കോടതി എന്താണ് പുറപ്പെടുവിക്കുന്നത്? ഓപ്ഷൻ എ ഓർഡിനൻസ്, ബി വിളംബരം, സി റിട്ട്, ഡി വിജ്ഞാപനം. ആൻസർ ഓപ്ഷൻ സി റിട്ട്. നെക്സ്റ്റ്, 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? ഓപ്ഷൻ എ മൗലിക അവകാശങ്ങൾ, ബി ആമുഖം, സി മൗലിക കർത്തവ്യങ്ങൾ, ഡി നിർദ്ദേശക തത്വങ്ങൾ. ആൻസർ ഓപ്ഷൻ സി മൗലിക കർത്തവ്യങ്ങൾ. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടനയിലെ വിവിധ ഷെഡ്യൂളുകളെക്കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 1. സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും കുറിച്ചാണ് ഒന്നാം പട്ടികയിൽ പ്രതിപാദിക്കുന്നത്. 2. രാജ്യസഭാ സീറ്റുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് 5ാം പട്ടികയിലാണ്. 3. 8ാം പട്ടികയിൽ വിവരിക്കുന്നത് ഭാഷകളെക്കുറിച്ചാണ്. 4. കൂറുമാറ്റ നിരോധന നിയമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് 10ാം പട്ടികയിലാണ്. ഓപ്ഷൻസ് എ എല്ലാം ശരി, ബി 1ഉം 4ഉം മാത്രം ശരി, സി 1ഉം 3ഉം 4ഉം മാത്രം ശരി, ഡി 2ഉം 3ഉം 4ഉം മാത്രം ശരി. ആൻസർ ഓപ്ഷൻ സി 1ഉം 3ഉം 4ഉം മാത്രം ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിട്ടുള്ള ആശയങ്ങളിൽ ശരിയായത് ഏത്? 1. പാർലമെന്ററി സമ്പ്രദായം, 2. നിയമവാഴ്ച, 3. മൗലിക അവകാശങ്ങൾ. ഓപ്ഷൻ എ only 1 and 3, ബി only 2 and 3, സി only 1 and 2, ഡി all of the above. ആൻസർ ഓപ്ഷൻ സി ആണ്, 1 and 2 ആണ്. നെക്സ്റ്റ്, ഭരണഘടനയുടെ 7ാം പട്ടികയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അവശിഷ്ട അധികാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? 1. സൈബർ നിയമങ്ങൾ അവശിഷ്ട അധികാരങ്ങൾക്ക് ഉദാഹരണമാണ്. 2. ഈ ആശയം കടമെടുത്തിരിക്കുന്നത് കാനഡയുടെ ഭരണഘടനയിൽ നിന്നുമാണ്. 3. മായം ചേർക്കൽ അവശിഷ്ട അധികാരത്തിൽ പെടുന്നു. 4. അവശിഷ്ട അധികാരത്തിൽ നിന്നും നിയമം നിർമ്മിക്കാനുള്ള അധികാരം ഗവൺമെൻറ്റിനാണ്. ഓപ്ഷൻ എ 1 and 3, ബി 2 and 4, സി 1, 2, 3, ഓപ്ഷൻ ഡി 1, 2, 4. ആൻസർ ഓപ്ഷൻ ഡി 1, 2, 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഉത്തരവുകളുമായി അതായത് റിട്ടുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? 1. ഇന്ത്യയിലെ എല്ലാ കോടതികൾക്കും ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ അധികാരമുണ്ട്. 2. മാൻഡമസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത് അധികാരത്തിൽ എന്നാണ്? 3. ഹൈക്കോടതികൾക്ക് ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ അധികാരം നൽകുന്ന വകുപ്പാണ് 256. 4. ഇന്ത്യൻ ഭരണഘടന 5 തരം ഉത്തരവുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഓപ്ഷൻസ് എ 2, 4, ബി 4, സി 1, 2, 3, ഡി 3. ആൻസർ ഓപ്ഷൻ ബി ആണ്, 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാർഗനിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യത്തിൽ പെടാത്ത ആശയം അല്ലെങ്കിൽ ആശയങ്ങൾ ഏവ? 1. അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക. 2. മതസ്വാതന്ത്ര്യം വർദ്ധിപ്പിക്കുക. 3. വിഭവങ്ങളുടെ തുല്യ വിതരണം. 4. ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക. ഓപ്ഷൻസ് എ 2, ബി 2, 4, സി 3, 4, ഡി 1, 4. ഇവിടെ ആൻസർ എ ആണ്, 2, അതായത് മതസ്വാതന്ത്ര്യം വർദ്ധിപ്പിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിലെ ശരിയായ വകുപ്പ് ഏത്? 1. വകുപ്പ് 387 ഭരണഘടനാ ഭേദഗതി. 2.
വകുപ്പ് 312 രാജ്യസഭയുടെ പ്രത്യേക അധികാരം. 3. വകുപ്പ് 301A സ്വത്തവകാശം, നിയമപരമായ അവകാശം. 4. വകുപ്പ് 309 പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം. ഓപ്ഷൻസ്: A 1, B 2, C 3, D 4. ആൻസർ ഓപ്ഷൻ ബി ആണ് 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 1. ഇന്ത്യൻ ഭരണഘടന ദൃഢഭരണഘടനയാണ്. 2. ഇന്ത്യൻ ഭരണഘടന അയവുള്ള ഭരണഘടനയാണ്. 3. ഇന്ത്യൻ ഭരണഘടന ഭാഗികമായി അയവുള്ളതും ഭാഗികമായി ദൃഢവുമാണ്. 4. ഭരണഘടനാ ഭേദഗതി ബിൽ ആദ്യം അവതരിപ്പിക്കേണ്ടത് ലോകസഭയിലാണ്. ആൻസർ ഓപ്ഷൻ 3. ഇന്ത്യൻ ഭരണഘടന ഭാഗികമായി അയവുള്ളതും ഭാഗികമായി ദൃഢവുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: മൗലിക കടമകൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? ഓപ്ഷൻ എ ആർട്ടിക്കിൾ 51A, ബി ആർട്ടിക്കിൾ 32, സി ആർട്ടിക്കിൾ 101A, ഡി ആർട്ടിക്കിൾ 256. ആൻസർ ഓപ്ഷൻ എ ആണ്, ആർട്ടിക്കിൾ 51A. അടുത്ത ക്വസ്റ്റ്യൻ: നമ്മുടെ മൗലിക അവകാശങ്ങൾ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. 1. എ മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ 3-ാം ഭാഗമാണ്. ബി മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ കോടതിയെ സമീപിക്കാം. സി സ്വത്തവകാശം ഒരു മൗലിക അവകാശമാണ്. ഡി സുപ്രീം കോടതിയെ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് വിശേഷിപ്പിക്കുന്നു. അതിൽ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ സി ആണ്, സ്വത്തവകാശം ഒരു മൗലിക അവകാശമാണ്. നെക്സ്റ്റ്: ഭരണഘടനാ വ്യവസ്ഥകൾ പ്രകാരം ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിന് അടിസ്ഥാനം അല്ലാത്ത മാനദണ്ഡം ഏത്? എ 1950 ജനുവരി 26 ശേഷം ഇന്ത്യൻ ഭൂപ്രദേശത്ത് ജനിച്ച വ്യക്തിയായിരിക്കണം. ബി മാതാപിതാക്കളിൽ ഒരാൾ ഇന്ത്യൻ പൗരനായിരിക്കണം. സി 18 വയസ്സ് പൂർത്തിയായിരിക്കണം. ഡി 5 വർഷമോ അതിലധികമോ കാലമായി ഇന്ത്യൻ ഭൂപ്രദേശത്ത് താമസിക്കുന്ന ആളായിരിക്കണം. ആൻസർ ഓപ്ഷൻ സി 18 വയസ്സ് പൂർത്തിയായിരിക്കണം. നെക്സ്റ്റ്: ഭരണഘടനാ ഭേദഗതി വഴി സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത വർഷം. എ 1978, ബി 1976, സി 1975, ഡി 1972. ആൻസർ ഓപ്ഷൻ എ ആണ്, 1978. നെക്സ്റ്റ്: പൗരത്വ ഭേദഗതി നിയമം പാസാക്കിയത്. എ 2020 ജനുവരി 10, ബി 2019 ഡിസംബർ 11, സി 2019 ഡിസംബർ 12, ഡി 2019 ഡിസംബർ 9. ആൻസർ ഓപ്ഷൻ ബി ആണ്, 2019 ഡിസംബർ 11. നെക്സ്റ്റ്: താഴെ പറയുന്നവയിൽ ഭരണഘടനയിലെ അനുച്ഛേദങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ അനുച്ഛേദം 20 ഒരു കുറ്റത്തിൽ ഒന്നിലധികം പ്രാവശ്യം ഒരു വ്യക്തിയെ ശിക്ഷിക്കാൻ പാടില്ല എന്ന് അനുശാസിക്കുന്നു. ബി അനുച്ഛേദം 14 നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും തടങ്കലിനുമെതിരെ സംരക്ഷണം നൽകുന്നു. സി അനുച്ഛേദം 22 സർക്കാർ ഉദ്യോഗങ്ങളിൽ പൗരന്മാർക്ക് അവസര സമത്വം ഉറപ്പു നൽകുന്നു. ഡി അനുച്ഛേദം 18 ജീവിക്കുന്നതിനുള്ള അവകാശം ഉറപ്പുവരുത്തുന്നു. ആൻസർ ഓപ്ഷൻ എ അനുച്ഛേദം 20 ഒരു കുറ്റത്തിന് ഒന്നിലധികം പ്രാവശ്യം ഒരു വ്യക്തിയെ ശിക്ഷിക്കാൻ പാടില്ല എന്ന് അനുശാസിക്കുന്നു. ആർട്ടിക്കിൾ 14 നിയമത്തിന് മുന്നിൽ തുല്യത ഉറപ്പുവരുത്തുന്നതാണ്. അതുപോലെ ആർട്ടിക്കിൾ 22 ആണ് അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണം നൽകുന്നത്. ആർട്ടിക്കിൾ 18 സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെ എത്ര പ്രാവശ്യം ഭേദഗതി ചെയ്തിട്ടുണ്ട്? ഓപ്ഷൻ എ 2, ബി 3, സി 1, ഡി 5. ആൻസർ ഓപ്ഷൻ സി 1 ഒരു പ്രാവശ്യം. നെക്സ്റ്റ്: ഇന്ത്യയിലെ വോട്ടിംഗ് പ്രായം 18 വയസ്സാക്കിയത് എത്രാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഓപ്ഷൻ എ 58, ബി 61, സി 63, ഡി 67. ആൻസർ ഓപ്ഷൻ ബി 61.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 6 വയസ്സിനും 14 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ളവർക്ക് സൗജന്യവും നിർബന്ധിതമായ വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ്. ഓപ്ഷൻ എ ആർട്ടിക്കിൾ 21A, ബി ആർട്ടിക്കിൾ 45, സി ആർട്ടിക്കിൾ 24, ഡി ആർട്ടിക്കിൾ 30. ആൻസർ ഓപ്ഷൻ എ ആർട്ടിക്കിൾ 21A. അടുത്ത ക്വസ്റ്റ്യൻ 108-ാം ഭരണഘടനാ ഭേദഗതി ബിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ പഞ്ചായത്തി രാജ്, ബി വനിതാ സംവരണ ബിൽ, സി ഭാഷകളുടെ കൂട്ടിച്ചേർക്കൽ, ഡി വിദ്യാഭ്യാസ അവകാശം. ആൻസർ ഓപ്ഷൻ ബി വനിതാ സംവരണ ബിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2019 104-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇന്ത്യൻ നിയമനിർമ്മാണ സഭകളിലെ ആംഗ്ലോ ഇന്ത്യൻ സംവരണത്തിൽ വന്ന മാറ്റം. ഓപ്ഷൻ എ ലോകസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നവരുടെ എണ്ണം 2-ൽ നിന്നും 1 കുറച്ചു. ബി ലോകസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നവരുടെ എണ്ണം 2-ൽ നിന്നും 3 വർദ്ധിപ്പിച്ചു. സി സംസ്ഥാന നിയമസഭകളിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നവരുടെ എണ്ണം 1-ൽ നിന്നും 2 വർദ്ധിപ്പിച്ചു. ഡി ലോകസഭകളിലെയും നിയമസഭകളിലെയും ആംഗ്ലോ ഇന്ത്യൻ സംവരണം നിർത്തലാക്കി. ആൻസർ ഓപ്ഷൻ ഡി ലോകസഭകളിലെയും നിയമസഭകളിലെയും ആംഗ്ലോ ഇന്ത്യൻ സംവരണം നിർത്തലാക്കി. നെക്സ്റ്റ് ഇന്ത്യൻ ഭരണഘടനയിലെ എത്രാമത്തെ ഷെഡ്യൂളിലാണ് കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരുടെയും സഭാ അംഗങ്ങളുടെയും സത്യപ്രതിജ്ഞയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? എ 1, ഓപ്ഷൻ ബി 2, സി 3, ഡി 4. ആൻസർ ഓപ്ഷൻ സി 3. നെക്സ്റ്റ് ഇവയിൽ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കടം കൊള്ളാത്ത ആശയം ഏതാണ്? കടം കൊണ്ടതല്ല, കടം കൊള്ളാത്ത ആശയമാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ്, ബി ആമുഖം, സി കൺകറന്റ് ലിസ്റ്റ്, ഡി ജുഡീഷ്യൽ റിവ്യൂ. ആൻസർ ഓപ്ഷൻ സി ആണ് കൺകറന്റ് ലിസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 29-30 ഏത് മൗലിക അവകാശത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ എ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ബി ചൂഷണത്തിനെതിരായ അവകാശം, സി മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഡി സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ആൻസർ ഓപ്ഷൻ ഡി സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം.